Doubt is a doorway through which Satan enters our life. സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതിലാണ് സംശയം. നമ്മളൊരു സംശയം കൊണ്ടിടുവാൻ സാത്താൻ അവസരം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ സംശയത്തിൻ്റെ ഒരു വിത്ത് നമ്മുടെ മനസ്സിൽ വന്ന് കയറിയാൽ ബാക്കി പരിപാടി സാത്താനാണ് നോക്കുന്നത്. നമ്മിൽ വിതച്ച സംശയത്തിൻ്റെ വിത്ത് നാമ്പിട്ട് തളിരിടുമ്പോൾ സംശയത്തിൻ്റെ അനന്തരഫലങ്ങളായ ഭയം, ആശയക്കുഴപ്പം, നിരുത്സാഹം, നിരാശ, അസമാധാനം എന്നിവയ്ക്ക് നാം അടിമകളാകുന്നു. നമ്മിലെ ആത്മവിശ്വാസത്തെയും സന്തോഷത്തെയും സംശയം എന്ന വിഷവിത്ത് എടുത്തു കളയുകയും ചെയ്യുന്നു. അതുണ്ടാകാതിരിപ്പാൻ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 21-ാം-21 ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഡു നോട്ട് ഡൗട്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സംശയിക്കരുത്. വിശ്വാസവും സംശയവും ഒരുമിച്ച് പോകുകയില്ല. നമ്മുടെ ഉള്ളിൽ നിന്നും സംശയത്തെ പൂർണ്ണമായി എടുത്തു മാറ്റാതെ വിശ്വാസത്തെ അവിടെ സ്ഥാപിക്കുവാനോ വിശ്വാസത്തെ വളർത്തുവാനോ കഴിയുകയില്ല. എങ്ങനെയാണ് സംശയത്തിന്മേൽ ജയമെടുക്കുവാൻ കഴിയുക? 1. നമ്മുടെ കാര്യങ്ങളെ ദൈവത്തിൻ്റെ കരത്തിൽ പൂർണ്ണമായി ഏൽപ്പിക്കുക. നാം ഒരു കാര്യം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം അത് നോക്കിക്കൊള്ളും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവത്തെയോ ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയോ ഇനി മേലാൽ ഞാൻ സംശയിക്കുകയില്ല എന്ന ഒരു ഉറച്ച തീരുമാനം ദൈവകൃപയിൽ ആശ്രയിച്ചെടുക്കുക. 2. നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തെ വളർത്തിയെടുക്കുക. ദൈവവചന ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മിലെ വിശ്വാസം ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. 3. സംശയം നമ്മുടെ വാതിലിൽ നിന്നും മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയാൽ അതിനെ നേരിടുക. വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരട്ടെ. അതെ, നമ്മുടെ വാതിൽക്കൽ നിന്നും മുട്ടിക്കൊണ്ടിരിക്കുന്ന സംശയത്തെ കത്തിച്ചാമ്പലാക്കുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഭയത്തേക്കാൾ, ആകുലതയേക്കാൾ, സംശയ വിചാരങ്ങളേക്കാൾ ലെറ്റ് അവർ ഫെയ്ത്ത് ബി ബിഗർ. നമ്മുടെ വിശ്വാസം വലുതായിരിക്കട്ടെ. ഹാവ് എ